നല്ല പ്രഭാഷകനിലേക്കുള്ള യാത്രയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ലോകത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കാര്യം എന്താണെന്നറിയോ? എപ്പോഴെങ്കിലും അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്ത് ആളുകൾ മരണത്തെക്കാൾ കൂടുതൽ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതിന് നമ്മൾ ഗ്ലോസോഫോബിയ എന്ന് പറയും. വാട്ട്സ് ഗ്ലോസോഫോബിയ? ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. അതായത് നാലാൾ കൂടുന്നിടത്ത് 4 വാക്ക് പറയാനുള്ള പേടിയാണ് ലോകത്ത് ജനങ്ങൾക്ക്, ഏകദേശം 75% ജനങ്ങൾക്കും ഉള്ള ഭയം എന്ന് പറയുന്നത്. മൈക്കിനെ പേടി എന്ന് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് അതിനെ പറയാൻ പറ്റും. നമുക്ക് ആശയവിനിമയത്തിന് പല ഉപാധികൾ ലോകത്തുണ്ട്. അനേകം പേരോട് ഒരേ സമയം സംസാരിക്കുന്നതിനെയാണ് നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളെ കേൾക്കാനും കാണാനും കുറേ ആളുകൾ ഉണ്ടാകുമ്പോൾ, കുറേ കണ്ണുകൾ നമ്മളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ, അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവർക്ക് എതിരെ നിന്നുകൊണ്ട് നമ്മൾ നടത്തേണ്ടി വരുന്ന പ്രസംഗത്തെ, സംസാരത്തെയാണ് പ്രഭാഷണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രസംഗം ഒരു രാജകലയാണ്. എല്ലാ കലയേക്കാളും മുന്നിൽ നിൽക്കുന്ന രാജകല. എന്തിനാണ് നമ്മൾ പ്രസംഗിക്കുന്നത്? ആളുകളെ ചിന്തിപ്പിക്കുന്നതിനും കാര്യങ്ങൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിലിനെയാണ് പ്രസംഗത്തിൻ്റെ ഫാദറായി ഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്രഭാഷണത്തിൻ്റെ മഹിമ എന്ന് പറയുന്നത് വർഷങ്ങളുടെ, നൂറ്റാണ്ടുകളുടെ മഹിമയാണ്, പാരമ്പര്യമാണ്. അന്ന് മുതൽ ഇന്ന് വരെ പ്രഭാഷണത്തിന് പ്രാധാന്യം ഒട്ടും കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. നമ്മൾ സുഹൃത്തുക്കളോട് എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചിരിക്കും. ഒരു മേശയുടെ അപ്പുറം ഇരുന്നു കൊണ്ട് സുഹൃത്തുക്കളോടും കുടുംബക്കാരോടും മറ്റുള്ളവരോടൊക്കെ നമ്മൾ എത്ര നേരവും സംസാരിക്കും. പക്ഷേ നമ്മളെ ഒരു വേദിയിലേക്ക് 2 വാക്ക് പറയാൻ ക്ഷണിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. പൊതുവെ പ്രസംഗിക്കാൻ ആളുകളെ ക്ഷണിക്കുമ്പോൾ അസ്വസ്ഥത അനുഭവപ്പെടും. അത് കഴിഞ്ഞ് പ്രഭാഷണത്തിൻ്റെ സമയം ആകുമ്പോഴേക്കും അവരിൽ കുറച്ചുകൂടെ പരിഭ്രാന്തിയും ഭയവും നമുക്ക് കൃത്യമായി നിരീക്ഷിക്കാൻ, വായിച്ചെടുക്കാൻ കഴിയും. നമ്മുടെ നാട്ടിൽ പ്രസംഗിക്കുന്നവരെന്നും പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു, കൈയടിക്കുന്നവരെന്നും കൈയടിച്ചു കൊണ്ടിരിക്കുന്നു. പൊതുവേ നമുക്ക് വിദ്യാഭ്യാസവും വിവരമുള്ള ആളുകൾ, പ്രബുദ്ധരായ മലയാളികൾ, നന്നായി പത്രം വായിക്കുന്ന മലയാളികൾ, നന്നായി TV ചാനൽ ചർച്ചകൾ കാണുന്ന മലയാളികൾക്ക് 4 ആൾ കൂടുന്നിടത്ത് 4 വാക്ക് പറയേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ പലപ്പോഴും ഒഴിഞ്ഞു മാറുന്ന, ഉൾവലിയുന്ന ഒരു സ്വഭാവം, പ്രകൃതം നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് നമ്മൾ പ്രസംഗിക്കാൻ ഭയപ്പെടുന്നത്? എന്താണ് അപ്പോൾ സംഭവിക്കുന്നത്? സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ നമ്മളെ തുറിച്ചു നോക്കുകയാണ്. 10 പേര് ഇരിക്കുന്ന ഒരു സദസ്സിൽ 20 കണ്ണുകളാണ് നമ്മളെ തുറിച്ചു നോക്കുന്നത്. ഈ 20 കണ്ണുകളെ നമ്മളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവർക്കെതിരെ നിന്നുകൊണ്ട് സംസാരിക്കാൻ, നമ്മുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ, നമ്മുടെ ചിന്തകൾ പറയാൻ, നമ്മുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ നല്ല രീതിയിൽ 4 വാക്ക് പറയാൻ പഠിച്ചു എന്ന് ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കണമെങ്കിൽ, അതല്ലെങ്കിൽ ആ പ്രശ്നത്തെ മറികടക്കണമെങ്കിൽ, അത്തരമൊരു പ്രയാസം നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു പോംവഴി, പ്രസംഗവുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങളുമായി നമ്മൾ കൂടുതൽ ഇടപഴകുമ്പോഴാണ് നമുക്ക് പ്രസംഗത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഭയത്തെ അതിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് കിട്ടുന്ന അവസരങ്ങളെ പരമാവധി വിനിയോഗിക്കാൻ നമ്മൾ തയ്യാറാവുക. അത്രമാത്രം അദമ്യമായ ആഗ്രഹം നമ്മളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് സാധിക്കുകയും ചെയ്യും. പക്ഷേ ഒരു വേദിയിലേക്ക് നമ്മളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പരിഭ്രാന്തിയെ മറികടക്കാൻ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യുക എന്നതാണ്. പ്രിപ്പയർ യുവർ മൈൻഡ്. അത് മനസ്സ് സജ്ജമായി കഴിഞ്ഞാൽ, മനസ്സ് തയ്യാറായി കഴിഞ്ഞാൽ ആ വേദിയിൽ നിങ്ങൾക്കറിയാം, വിവരമുള്ള, അതുപോലെ തന്നെ മറ്റ് അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തി ഒരു വേദിയിൽ പ്രസംഗിക്കുന്ന സമയത്ത് അയാളുടെ വിദ്യാഭ്യാസ യോഗ്യതയോ അയാളുടെ കുടുംബ മഹിമയോ പാരമ്പര്യമോ ഒന്നും അയാൾക്ക് സഹായത്തിനെത്തുന്നില്ല. ആത്മവിശ്വാസമല്ലാതെ, അയാളുടെ മനസ്സല്ലാതെ മറ്റൊന്നും അയാൾക്ക് ആ സമയത്ത് ധൈര്യം പകരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും നല്ല മിത്രമായി നമ്മുടെ മനസ്സിനെ നമുക്ക് മാറ്റാൻ കഴിയണം ഒരു വേദിയിൽ നിൽക്കുമ്പോൾ, 4 വാക്ക് പറയുമ്പോൾ. കാരണം നമ്മുടെ മനസ്സാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. മനസ്സിനെ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ആദ്യം ഒന്ന് തയ്യാറാവുക എന്നുള്ളതാണ്. അകാരണമായ ഭയവും വേണ്ടാത്ത നാണവും മറ്റുള്ളവർ, നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന ചിന്തയും ഒക്കെ കുടികൊള്ളുന്നത് നമ്മുടെ ഈ മനസ്സിലാണ്. ആ ചിന്തകളെ പാടെ നിഷ്കാസനം ചെയ്തുകൊണ്ട്, പാടെ ഇല്ലാതാക്കിക്കൊണ്ട് പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണോ അത് വളരെ ചുരുക്കി പറയാൻ നമ്മൾ പഠിക്കണം. പ്രസംഗം കിസ്സാവണം എന്നാണ് പറയാറുള്ളത്. എന്താണ് കിസ്? KISS. കീപ്പ് ഇറ്റ് സിമ്പിൾ ആൻഡ് ഷോർട്ട്.
പ്രസംഗം എന്താവണം? അത് കിസ്സാവണം. കീപ്പ് ഇറ്റ് സിമ്പിൾ ആൻഡ് ഷോർട്ട്. വളരെ ലളിതമായിരിക്കണം, വളരെ ഷോർട്ടായിരിക്കണം. സുദീർഘമായി സംസാരിക്കാനല്ല, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിക്കാൻ, പ്രസംഗിക്കാൻ നമ്മൾ പഠിക്കണം. പ്രഭാഷകൻ ലാക്കോണിക് ആവണം എന്നാണ് പറയാം. വാഗ്മി എന്ന മലയാള വാക്കിൻ്റെ അർത്ഥം തന്നെ മിതഭാഷി എന്നാണ്. ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നയാളാണ്. പല പ്രഭാഷണങ്ങളെക്കുറിച്ചും പലരും പലതും പറയാറുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചേർച്ചിൽ പറഞ്ഞത്, പ്രഭാഷകന്റെ വികാരം ശ്രോതാക്കളുടെ വിചാരമായി മാറണം. അതായത് പ്രഭാഷകന് വികാരങ്ങൾ ഉണ്ടായെങ്കിലേ ശ്രോതാക്കൾക്ക് വിചാരം ഉണ്ടാകൂ എന്നതാണ്. അപ്പോൾ വികാരവും വിചാരവും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ് പ്രശസ്ത പ്രഭാഷകനായിരുന്ന വിൻസ്റ്റൺ ചേർച്ചിൽ പറഞ്ഞു വച്ചത്. അതുകൊണ്ട് പ്രഭാഷണത്തിൽ മുന്നേറാൻ, നാലാൾ കൂടുന്നിടത്ത് 4 വാക്ക് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വഴി നമ്മൾ കണ്ടെത്തുക, കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ വിനിയോഗിക്കുക എന്നതാണ് പരമപ്രധാനമായി പറയാനുള്ളത്. ലോകപ്രശസ്ത ബിസിനസ്സുകാരൻ വാരൻ ബഫറ്റ് പറഞ്ഞ ഒരു വാക്യത്തോടു കൂടി ഞാൻ ഈ പ്രസൻറ്റേഷൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ കല സ്വായത്തമാകും വരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എപ്പോൾ പേടി മറികടന്ന് ഈ കലയുമായി ഇഴചേരാൻ സാധിക്കുന്നുവോ അപ്പോൾ മുതൽ അനന്തമായ സാധ്യതകളുടെ വാതിൽ നിങ്ങൾ തന്നെ തുറക്കുകയാണ് ചെയ്യുക. വാരൻ ബഫറ്റ് പറഞ്ഞതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതായത് ഈ കല സ്വായത്തമാക്കുന്നതിലൂടെ അനന്തമായ സാധ്യതകളുടെ വാതിൽ നിങ്ങൾ തന്നെ തുറക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അവസരങ്ങളുടെ സാധ്യതകൾ ഒരുപാടുണ്ട് നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരാൾക്ക്. ഒരു വേദിയിൽ 4 വാക്ക് പറയാൻ കഴിയുന്ന ഒരാൾ, അയാൾ സംരംഭകനാണെങ്കിലും രാഷ്ട്രീയ നേതാവാണെങ്കിലും സാമൂഹിക പ്രവർത്തകനാണെങ്കിലും അധ്യാപകനാണെങ്കിലും ജീവിതത്തിന് ഏത് മേഖലയിലുള്ള ആളാണെങ്കിലും ശരി, അവിടെ ഈ കഴിവ് അയാൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളെ മുന്നിൽ, അദ്ദേഹത്തിന് മുമ്പിൽ അനന്തമായ സാധ്യതകൾ തുറക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രഭാഷകൻ നിങ്ങളാകുന്നതുവരെ പരിശീലനം തുടർന്നുകൊണ്ടേയിരിക്കുക.